മോർണിംഗ് വാക്ക് തുടരുകയാണ്. ആദ്യഘട്ടം പൂർത്തിയാവുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ വിഴിഞ്ഞം തന്നെയാണ് വാർത്തകളിൽ നിറയെ ഇടം പിടിക്കുന്നത്, അല്ലേ? അതെ, വിഴിഞ്ഞം കമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. പക്ഷെ ക്രെഡിറ്റ് ആർക്കാണെന്ന ചോദ്യത്തിലാണ് രാഷ്ട്രീയ വാഗ്വാദങ്ങൾ തുടരുന്നത്. പിണറായി സർക്കാരിന്റെ വിജയഗാഥയെന്ന് CPIM അവകാശപ്പെടുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണ് വിഴിഞ്ഞമെന്നാണ് കോൺഗ്രസിന്റെ പ്രചാരണം. വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് BJPയും രംഗത്തുണ്ട്. അവരും പിന്നിലല്ല. ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിക്കുമെന്ന കടുത്ത തീരുമാനത്തിലാണ് പക്ഷേ പ്രതിപക്ഷ നേതാവ്. വിഴിഞ്ഞം എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണ്? ട്രയൽ റൺ സമയത്ത് തുടങ്ങുന്ന ആ പിതൃത്വ വിവാദം ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. മൂന്ന് മുന്നണികളും അവകാശവാദങ്ങളുമായി രംഗത്തുണ്ട്. അവകാശവാദങ്ങളുമായി പത്രപരസ്യങ്ങളും ഫ്ലെക്സ് ബോർഡുകളുമെല്ലാം ഒന്നിനു പിറകെ ഒന്നായി നിരന്നു. തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോൾ എവിടെ തിരിഞ്ഞാലും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുള്ള വിവിധ പാർട്ടികളുടെ ഫ്ലെക്സുകളാണ്. മുഖ്യമന്ത്രി വാക്കുപാലിച്ചു, പിണറായി സർക്കാരിന്റെ വിജയഗാഥ, ഇങ്ങനെ നീളുന്നു CPM ഫ്ലെക്സുകൾ. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ചാണ് BJP പോസ്റ്ററുകൾ. സംഘാടക സമിതിയുടേത് പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒന്നിച്ചുള്ള ഫ്ലെക്സുകളാണ്. പദ്ധതിക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ അവഗണിച്ചു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പിന്റെ കാരണം. എന്നാൽ ഫ്ലെക്സുകളും പോസ്റ്ററുകളുമെല്ലാം ഉമ്മൻചാണ്ടിക്കായുമുണ്ട്. ഔദ്യോഗിക ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ആദ്യം ക്ഷണിച്ചില്ല. വിവാദമായതോടെ ക്ഷണമെത്തി. പക്ഷേ വൈകി വന്ന ക്ഷണം പ്രതിപക്ഷ നേതാവ് നിരസിച്ചു. അപ്രിയ സത്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് നമ്മളെ മാറ്റിയത്. അത് അവരുടെ ഔചിത്യം. എനിക്ക് പരിഭവമോ പിണക്കമോ ഒന്നുമില്ല. നേരത്തെ ട്രയൽ റൺ സമയം കരാറൊപ്പിട്ട ഉമ്മൻചാണ്ടിയെ അനുസ്മരിച്ചില്ല എന്നതും പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിക്കാത്തതും കോൺഗ്രസ് വിമർശനമായി ഉന്നയിച്ചിരുന്നു. ക്രെഡിറ്റ് വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുണ്ട്. കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല. ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ. അത് നമ്മൾ കാണണമല്ലോ. എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ. വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ, അതായത് 2016 മുതലുള്ള സർക്കാരല്ല, അതിന് മുൻപുള്ള സർക്കാരിൻ്റെയോ, 2011 മുതൽ 16 വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വിഴിഞ്ഞം തുറമുഖമെന്ന ആശയം യാഥാർത്ഥ്യമാകുമ്പോൾ 90കൾക്ക് ശേഷമുള്ള സർക്കാരുകളുടെ പങ്കും വിസ്മരിക്കാനാകില്ല. ഒപ്പം അഴിമതി ആരോപണവും പ്രതിഷേധങ്ങളും മറികടന്ന് 2015 അദാനിയുമായി കരാറൊപ്പിട്ട ഉമ്മൻചാണ്ടി സർക്കാർ. ഓഖിയും പ്രളയവുമെല്ലാം പദ്ധതിയുടെ വേഗം കുറച്ചപ്പോഴും ലത്തീൻ സഭയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സ്യത്തൊഴിലാളികളുടെ പ്രക്ഷോഭം നടത്തിയപ്പോഴും നിലപാട് മാറാതെ മുന്നോട്ടു പോയ പിണറായി സർക്കാർ തിരിച്ചടയ്ക്കണമെന്ന നിബന്ധനയിൽ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായി 817 കോടി 80 ലക്ഷം രൂപ അനുവദിച്ച കേന്ദ്ര സർക്കാർ. എല്ലാവർക്കും അവരുടേതായ റോളുണ്ട്. പദ്ധതി നാടിനു വേണ്ടി. ക്രെഡിറ്റ് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. യെസ്, അപ്പോൾ അതാണ് എന്തായാലും. അതുകൊണ്ട് തന്നെയാണ് ഈ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട വിവാദം ഇങ്ങനെ പോകുന്നത്. ആര് ഞാനാണ് എന്ന് പറഞ്ഞ് ഓരോ മുന്നണികളും രംഗത്ത് വരികയാണ്. അപ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലൂടെ പോവാം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കമ്മീഷനിംഗ് ദിവസം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലം കേന്ദ്രങ്ങളിലും പ്രത്യേകം പരിപാടികൾ സംഘടിപ്പിക്കും. KPCC നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. ഉമ്മൻചാണ്ടിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖമെന്നാണ് കോൺഗ്രസിന്റെ വാദം. ഇതിനിടെ തുറമുഖം കമ്മീഷനിങ്ങിന് മുൻപായി വിഴിഞ്ഞം MLA M. വിൻസെന്റ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പുഷ്പാർച്ചന നടത്തും. ചാണ്ടി ഉമ്മനോടൊപ്പം എത്തി പുഷ്പാർച്ചന നടത്തി അല്പസമയം മുമ്പ്. അതിനുശേഷം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അദ്ദേഹം എത്തുകയാണ്. അപ്പോൾ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന് എങ്ങനെയാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടത്. അതിൽ പോലും രാഷ്ട്രീയമുണ്ട്. കൃത്യമായി എന്താണ് നിലപാട് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ചടങ്ങിൽ ഒരു പ്രസംഗത്തിന് അവസരം കിട്ടുന്നവർ എന്താണ് പറയുക, എന്ത് അവകാശവാദമാണ് ഉന്നയിക്കുക എന്നുള്ളതൊക്കെയാണ് ഇനി രാഷ്ട്രീയ കൗതുകം കൂടിയായി മാറുന്നത്. അതെ. അപ്പോൾ ഇനി സ്ത്രീ ശാക്തീകരണത്തിനും വിഴിഞ്ഞം തുറമുഖം സാക്ഷ്യം വഹിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ തിളങ്ങുന്ന മാതൃകയായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ വനിതാ ക്രെയിൻ ഓപ്പറേറ്റർമാർ. അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴി ചരക്ക് നീക്കം നിയന്ത്രിക്കുന്നത് മൊത്തം വനിതകളാണെന്നതാണ് പ്രത്യേകത. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഓട്ടോമേറ്റഡ് CRMG ക്രെയിനുകൾ വനിതകൾ നിയന്ത്രിക്കുന്നത്. ഒരുപക്ഷെ SKN40 യാത്ര ഭാഗമായിട്ട് വിഴിഞ്ഞത്ത് പോയപ്പോൾ ഇതെല്ലാം വളരെ വിശദമായി നമ്മൾ കണ്ടതാണ്. പ്രേക്ഷകരും അത് അന്ന് കണ്ടു കാണാം. നമുക്ക് ആ റിപ്പോർട്ട് കാണാം. തുറമുഖത്ത് ഓട്ടോമേറ്റഡ് ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ഈ വനിതകളാണ്.
തുറമുഖത്തെത്തുന്ന കപ്പലുകളുടെയും ചരക്കുകളുടെയും നീക്കം നിരീക്ഷിക്കുകയും കൃത്യമായി ക്രമീകരിക്കുകയും ചെയ്യുകയാണ് ഇവരുടെ ജോലി. നിങ്ങൾ ആ കാണുന്ന ആ വലിയ സ്ക്രീൻ എന്ന് പറയുന്നത് അതിൽ ഈ ലെഗോസ് പോലെ കാണുന്ന ചെറിയ ചെറിയ കളിപ്പാട്ടം പോലെ കാണുന്നതൊക്കെ നമ്മുടെ കണ്ടെയ്നറുകളാണ്. ഓരോ കണ്ടെയ്നറിനും ഓരോ നമ്പർ ഉണ്ടായിരിക്കും. നീലയിൽ കാണുന്ന അതിന്റെ ക്രെയിൻസ് ആണ്. അതിന്റെ ഇടയിൽ കുറച്ച് അനങ്ങുന്ന സംഭവങ്ങൾ കാണുന്നില്ലേ, T01011 എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ നമ്മുടെ ട്രക്കുകളാണ്. അപ്പൊ ഏത് ട്രക്ക് എവിടെ ഏത് കണ്ടെയ്നർ കൊണ്ട് എങ്ങോട്ട് പോകും, യാർഡിലെ ഏത് സ്ലോട്ടിലാണ് അത് ഡെപ്പോസിറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഇവിടെ ഇരുന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. അദാനി സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ വിദഗ്ധ പരിശീലനം നേടിയ 7 പേർ ഉൾപ്പെടെ 9 പേരാണ് ടീമിലുള്ളത്. ഓപ്പറേഷൻ സെന്ററിലെ അത്യാധുനിക റിമോട്ട് ഡെസ്ക് വഴിയാണ് കണ്ടെയ്നർ നീക്കം നിയന്ത്രിക്കുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവരും ഈ ടീമിലുണ്ട്. അതീവ ശ്രദ്ധയോടെയും കരുതലോടെയും ചെയ്യേണ്ട ചുമതലയാണ് വെല്ലുവിളികളെ അതിജീവിച്ച് ഇവർ നിർവഹിക്കുന്നത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകശ്രദ്ധ നേടുമ്പോൾ ഈ വനിതകളും രാജ്യത്തിന് അഭിമാനമാകുകയാണ്. 24 തിരുവനന്തപുരം. യെസ്, അപ്പോൾ അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. എല്ലാം ഓട്ടോമേറ്റഡ് ആണെന്നാണ് നമ്മൾ അന്ന് പോയി കണ്ടതാണ്. ആ വിസ്മയങ്ങളെല്ലാം നേരിൽ അന്ന് SKN തന്നെ അതിനെക്കുറിച്ച് കുറേ പറയുകയുണ്ടായി. അപ്പോൾ അത് നേരിൽ കാണാൻ കഴിഞ്ഞു. അന്ന് എക്സ്ക്ലൂസീവ് ആയിട്ടാണ് നമ്മൾ അതിനകത്തുള്ള എല്ലാ ഓപ്പറേഷൻസും കണ്ടത്. അപ്പോൾ അത് സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴത്തേ ഇവിടെ ഒരു ചെറിയ മോൻ വന്ന് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. മോനെ എന്താ പേര്? റോൺ. ഏത് ക്ലാസ്സിലാണ് പഠിക്കണേ? 4-5 4-5 മിടുക്കൻ. എല്ലാ ദിവസവും വരും ഇവിടെ? ഇല്ല. ഇത് അവധി ആയതുകൊണ്ടാണോ? സൈക്ലിംഗ് ഇഷ്ടമാണോ? സൈക്കിൾ ഉണ്ടോ കയ്യില്? ഇല്ല. അപ്പൊ നമുക്കൊരു സൈക്കിളൊക്കെ മേടിക്കണം. അപ്പൊ രാവിലെ ഒരു പാട്ട് പാടി നോക്കട്ടെ. ആലോചിക്കാൻ സമയമില്ല. അപ്പൊ കുഴപ്പമില്ല, ആലോചിക്കട്ടെ. അതെ, അപ്പൊ നമ്മള് പാട്ട് പാടിയാലെങ്കിലും നമ്മുടെ റോൺ മോൻ ആലോചിച്ചു കഴിഞ്ഞോ? പാടുന്നുണ്ട്. നാടിന്നൻ മകനെ കുട്ടായവനെ, നിന്നൻ സൂര്യകനും ചന്ദ്രികനും കുട്ടായവനെ, കാലമാറ്റി വെച്ച രക്ഷകനെ സുമായകനെ, ഞങ്ങൾ തന്നെ ഭയമേ മാറിപ്പോയി, എണ്ണം വന്ന കുമ്പിട്ടുന്നില്ലേ, ഇരട്ടി സിറ്റി ബാറ് രാജാ കൊണ്ട് എന്നെ അറുസില്ലേ, ഇവനെ ഒരു വാളേരും ചെരണ്ടേ, കാലം അരച്ചു വെച്ച 10 ഇല്ലുമിനാട്ടി. യെസ്, ഇല്ലുമിനാട്ടി. അപ്പോ ഇല്ലുമിനാട്ടി ചെറിയ ഗിഫ്റ്റ് ആണ്. അപ്പോ ഹാവ് എ നൈസ് ഡേ. മിടുമിടുക്കനായിട്ട് 4-5 കയറി 5-4 കയറി പഠിക്കുക കേട്ടോ. സൂക്ഷിക്കട്ടെ, കപ്പാണ്. ഓക്കെ, അപ്പൊ റോൺ ടാറ്റാ. ഇപ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആവുകയാണ്. അപ്പോൾ 45 മിനിറ്റിലേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർ കമന്റ് ബോക്സിൽ വന്നിട്ട് ഞങ്ങളെ പരിഗണിക്കത്തില്ല എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ഓർക്കണം. വാർത്തകൾ ഒരുപാട് വരുന്ന ദിവസമാണ്. എല്ലാ മെസ്സേജും ഞങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് പഹൽഗാമിലേക്ക് പോയാൽ അവിടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. അപ്പോൾ പുതിയ കുറെ വിവരങ്ങളുമായിട്ടാണ് ബൽറാം എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. അവിടെ ചില തീരുമാനങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്ത്യൻ ഗാനങ്ങൾ നിരോധിക്കുക, ഒപ്പം തന്നെ ചില പുതിയ കാര്യങ്ങളിൽ ഒരു നിഗമനം എത്തിയിട്ടുണ്ടല്ലോ, അതായത് ഈ പ്രദേശവാസികളുടെ സഹായം ഭീകരവാദികൾക്ക് ലഭിച്ചു എന്ന കാര്യത്തിൽ. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ടുള്ള NIA അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരവാദികളുടെ പൂർണ്ണമായ പദ്ധതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ NIA ഈ അന്വേഷണത്തിന്റെ ശേഷം ഇപ്പോൾ ചുരുളഴിഞ്ഞിരിക്കുന്നു. ഭീകരവാദികൾക്ക് നിലവിൽ ഇപ്പോഴും പ്രാദേശിക സഹായം ലഭിക്കുന്നുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലാണ് NIA സംഘവും ഒപ്പം തന്നെ ഏജൻസികളും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആക്രമണം നടന്ന ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഭീകരവാദികൾക്ക് ഈ കൊടും വനത്തിനുള്ളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം സുരക്ഷാ ഏജൻസികൾ ഇവരെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് തെക്കൻ കശ്മീർ വിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നുമാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. ഭീകരർ ഏപ്രിൽ 15 തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു എന്നാണ് ഏജൻസികളുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അതിനുശേഷം 3 ഇടങ്ങളിൽ കൂടി ഇവർ ആക്രമണ പദ്ധതി ലക്ഷ്യം വെച്ചിരുന്നു. അരു താഴ്വര, ബൈത്താബ് താഴ്വര അടക്കമുള്ള ഇടങ്ങളിൽ 4 ലക്ഷ്യങ്ങളായിരുന്നു ഭീകരർക്ക് ഉണ്ടായിരുന്നത്, ബൈസരൻ വാലി അടക്കം. എന്നും ഈ ബൈസരൻ വാലിയിലെ മറ്റ് പ്രത്യേകതകൾ പ്രധാനമായും ഇവിടേക്ക് സുരക്ഷാ സേനയ്ക്ക് എത്താൻ 1 മണിക്കൂറോളം വേണ്ടിവരും എന്നുള്ള ഒരു പ്രത്യേകത തന്നെയാണ് ഈ ബൈസരൻ വാലി തെരഞ്ഞെടുക്കാൻ കാരണമായത് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഒപ്പം തന്നെ ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള പരിശീലനം സിദ്ധിച്ച, രാത്രിയും ഒളിഞ്ഞിരുന്ന് പോരാടാൻ പരിശീലനം സിദ്ധിച്ച, വനമേഖലയിൽ ജീവിക്കാനും അതിജീവിക്കാനും കഴിയുന്ന തരത്തിൽ കമാൻഡോ ട്രെയിനിങ് സിദ്ധിച്ച
ഭീകരരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്നും ഉള്ള നിഗമനത്തിലാണ് ഏജൻസികൾ. പാക് സൈന്യത്തിന്റെ തന്നെ പരിശീലനം ഇവർക്ക് ലഭിച്ചിരുന്നു എന്നാണ് നിഗമനം. അതിൽ പ്രധാനമായും ഹാഷിം മൂസയെ സംബന്ധിച്ചിടത്തോളം ഇയാളെ നേരത്തെ പാക് സൈന്യത്തിൽ പാരോ കമാൻഡോ ആയിരുന്നു എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. സമാനമായി തന്നെ മറ്റു ഭീകരർക്കും ഇത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചിരുന്നു എന്നാണ് നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് അതിജീവിക്കാൻ കഴിയുന്നത്. ഒപ്പം ഇവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അമേരിക്കൻ നിർമ്മിതമായ M4 കാർബൈൻ തോക്കുകളാണ്. അതിൽ നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ അടക്കമുള്ളവ, ടെലിസ്കോപ്പിക് ലെൻസ് എന്നിവയുള്ളവ ഘടിപ്പിച്ചിട്ടുണ്ട് എന്നും ഏതാണ്ട് 1/2 കിലോമീറ്ററോളം അകലെ ലക്ഷ്യം കാണാൻ കഴിയുന്ന തോക്കുകളാണ് ഇവർ ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഇവർക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് നൽകുന്നു എന്നാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. ഇവരെ പിടികൂടാനുള്ള തീവ്ര ശ്രമം പുരോഗമിക്കുന്നു. ഇവരോടൊപ്പം അല്ലെങ്കിൽ ഇവരെ വളഞ്ഞു തന്നെ സുരക്ഷാ സേനയുണ്ട്. അതിനിടെയാണ് പാകിസ്ഥാനിൽ നിന്നും പുതിയ നടപടികൾ. ഈ പ്രധാനമായും ഇന്ത്യൻ ഗാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നടപടിയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. പാകിസ്ഥാനിലെ FM-കളിൽ ഇനി മുതൽ ഇന്ത്യൻ ഗാനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ളതാണ് വിശദാംശങ്ങൾ നൽകി. നമുക്ക് ഡൽഹിയിലേക്ക് ഒന്ന് പോവാം. അവിടെ വിനീത വിജി തയ്യാറായി നിൽക്കുന്നുണ്ട്. വിനീത, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ പാകിസ്ഥാൻ അവിടെ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇന്ത്യൻ ഗാനങ്ങൾക്ക് നിരോധനമൊക്കെ ഏർപ്പെടുത്തുന്നു റേഡിയോ സ്റ്റേഷനുകളിൽ. അപ്പോൾ എന്താണ് ഇന്ത്യയുടെ പുതിയ തീരുമാനങ്ങളും നീക്കങ്ങളും? അതീവ എന്താണ് പറയുക, കരുതലോടെയാണ് ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ കൂടുതൽ നിയന്ത്രണങ്ങൾ പാകിസ്ഥാനെതിരെ ഉണ്ടാകും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് അറിയുന്നു. അതെന്താണ്? അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ സേനാ വൃത്തങ്ങളോ അല്ലെങ്കിൽ ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് പ്രജിൻ ആൻഡ് ക്രിസ്റ്റീന. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ കടുത്ത നിയന്ത്രണങ്ങളിലേക്കടക്കം ഇതിനോടകം തന്നെ രാജ്യം കടന്നിട്ടുണ്ട് പാകിസ്ഥാനെതിരെ. അത് കൂടുതൽ ശക്തമാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരുന്നു രാജ്യതലസ്ഥാനത്ത് പ്രത്യേക യോഗങ്ങളും കൂടിക്കാഴ്ചകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് അദ്ദേഹം കേരളത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലെ സ്ഥിതിഗതികളൊക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരിക്കും വിലയിരുത്തുക. ഒപ്പം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഇന്ന് പ്രധാനപ്പെട്ട ചില കൂടിക്കാഴ്ചകളിലൊക്കെ പങ്കെടുത്തേക്കുമെന്ന ചില സൂചനകൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമാനമായിട്ടുള്ള നിർണായക യോഗങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒക്കെ സാക്ഷ്യം വഹിക്കുകയാണ്. ഈ വ്യോമ മേഖലയിലൊക്കെ കടുത്ത നിയന്ത്രണത്തിലേക്കും വിലക്കുകളിലേക്കും രാജ്യം എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ വ്യോമ മേഖലയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വിമാനങ്ങളെ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ടായിരുന്നു, വിലക്കേർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ തുറമുഖങ്ങളിലും സമാനമായിട്ടുള്ള ഒരു വിലക്ക് കൊണ്ടുവരാനുള്ള സാധ്യത തന്നെയാണ് ആദ്യഘട്ടത്തിൽ നിലവിലുള്ളത്. ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിന്ന് പാക് കപ്പലുകൾക്ക് പൂർണ്ണമായും ഒരു വിലക്ക് ഏർപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകൾ കൂടി ലഭ്യമാകുന്നുണ്ട്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഉത്തരവോ ഔദ്യോഗിക അറിയിപ്പോ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം കടുത്ത നിയന്ത്രണവും ഒപ്പം തന്നെ സൈനിക നീക്കം, സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങളും ഒക്കെ ഡൽഹിയിൽ ചേരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഭീകരതയ്ക്കെതിരെയുള്ള മോദി സർക്കാരിന്റെ പോരാട്ടം അത് ശക്തമായി തന്നെ തുടരും. ഈ ഭീകരന്മാർ നടത്തിയ ആക്രമണത്തിൽ അവർ വിജയിച്ചുവെന്ന് കരുതുന്നുണ്ടോ എന്ന് അമിത്ഷാ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വിജയിച്ചുവെന്ന് കരുതുന്നുണ്ടെങ്കിൽ അവർ ഒരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഇത് പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണെന്നുള്ള കാര്യം മാത്രം ആലോചിച്ചാൽ മതി എന്ന് അദ്ദേഹം ഒരു വാർണിംഗ് ഒക്കെ കൊടുക്കുന്നത് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ സേനാ മേധാവികൾക്കൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. അപ്പോ ഡൽഹിയിലും ഈ പറയുന്ന പോലെ പല നീക്കങ്ങളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പാകിസ്ഥാനെതിരെ ശക്തമായ ഒരു തിരിച്ചടി ഇത് പെട്ടെന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്ത്യയുടെ നീക്കങ്ങൾ വളരെ വളരെ കരുതലോടെയാണ്. അതെ, പാകിസ്ഥാനും പറയുന്നത്, പാകിസ്ഥാനിലെ US-ലുള്ള പാകിസ്ഥാൻ അംബാസിഡർ പറഞ്ഞത് ഇന്ത്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തോട് പോരടിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. ഇനി നമ്മൾ SFIO എന്താണ് പറയുന്നത് മാസപ്പടി കേസിൽ നോക്കാം. മാസപ്പടി കേസിൽ SFIOയുടെ തുടർ നടപടികൾ തടയണമെന്ന CMRLന്റെ ഹർജി ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. SFIO അന്വേഷണം ചോദ്യം ചെയ്തുള്ള പ്രധാന ഹർജിയിലും കോടതി വാദം കേൾക്കും. ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദാണ് വീണ്ടും ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജി തീർപ്പാക്കും വരെ തുടർ നടപടി പാടില്ലെന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നേരത്തെ വാക്കാൽ നിർദ്ദേശിച്ചതായി CMRL അവകാശപ്പെട്ടിരുന്നു. ഇത് SFIO തള്ളിയതോടെയാണ് വീണ്ടും ഇതേ ബെഞ്ചിലേക്ക് ഹർജികൾ എത്തിയത്. SFIO റിപ്പോർട്ട് നൽകിയ പശ്ചാത്തലത്തിൽ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി നിലനിൽക്കുമോ എന്നതും ബെഞ്ച് പരിശോധിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചൊരു വാർത്തയിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്, ഡൽഹിയിലേക്കാണ്. അതെ, ഡൽഹിയിൽ റെഡ് അലേർട്ടാണ്. വിനീത വിജിയുണ്ട് വിവരങ്ങളുമായി. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. നമ്മുടെ പ്രേക്ഷകയായ ബിന്ദു പി നായർ അടക്കം പറയുന്നുണ്ട് അവിടെ 2 മണിക്കൂറിനുള്ളിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ ഇടിയും കാറ്റും ഒക്കെ ശക്തമാണെന്ന്. എന്താണ് അവസ്ഥ?
ക്രിസ്റ്റീന, പുലർച്ചെ ഏതാണ്ട് 5 മണിയോടുകൂടി രാജ്യതലസ്ഥാനത്ത് ആരംഭിച്ച മഴയാണ് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചൂടുകാലത്തിലേക്ക് നഗരം കടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾക്കിടയിൽ പെയ്തൊരു മഴയാണ്. പക്ഷേ ഈ മഴ ഒരല്പം ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാരണം ശക്തമായിട്ടുള്ള മഴയാണ്. നഗരമേഖലകളടക്കം ഞാനിപ്പോൾ നിൽക്കുന്ന മേഖലയിലൊക്കെ കാണാം, നമുക്ക് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ റോഡിലൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ടൊക്കെ ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്. സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കൊക്കെ പോകേണ്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അത്യാവശ്യമായി ഓഫീസുകളിലേക്കൊക്കെ പോകേണ്ട ആളുകളൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടിലേക്ക് അടക്കം പോകാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. നമുക്ക് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ നഗരമേഖലകളിലൊക്കെ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു യെല്ലോ അലേർട്ടാണ് ഡൽഹിക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മഴ ശക്തമായതോടുകൂടി അത് റെഡ് അലേർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. റെഡ് അലേർട്ടാണ് ഇപ്പോൾ, ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും ഒപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഈ നഗരമേഖലകളിലേക്കൊക്കെ ഈ മഴ കടുക്കുമ്പോൾ അത് ഈ വാഹനഗതാഗതത്തെയും യാത്രക്കാരെയും ഒക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റുകൾ ഒക്കെ ഒരു ഡിലേ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എയർപോർട്ടിലേക്കൊക്കെ പോകുന്നവർ കൃത്യമായ സമയത്ത് എത്തണം. അതുമായി സംബന്ധിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം കൂടി ഇപ്പോൾ എയർപോർട്ട് അധികൃതരൊക്കെ നൽകുകയാണ്. ഏതാണെങ്കിലും അടുത്ത 2 മണിക്കൂറിനുള്ളിൽ മഴ കൂടുതൽ ശക്തമാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകി. ഇനി റാപ്പർ വേടൻ എന്ത് സംഭവിച്ചുവെന്ന ആ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. റാപ്പർ വേടനെതിരായ കേസിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉടൻ യോഗം ചേരും. തിങ്കളാഴ്ചയോടെ യോഗം ചേരാനാണ് സാധ്യതയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കേസെടുത്തതിനെതിരെ വനം മന്ത്രി തന്നെ രംഗത്തെത്തിയ പശ്ചാത്തലത്തിലാണ് ഈ യോഗം ചേരുന്നത്. അന്വേഷണത്തിന് തുടർ നടപടികൾ യോഗം ചർച്ച ചെയ്യും. പുലിപ്പല്ലിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. നമുക്കിന്ന് ഒരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട് അല്ലേ? അതെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ വയനാട് നിന്നുള്ള ദിലീപ് PC-യുടെ മകൾ ദേവികയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ദേവിക ദിലീപ്, ഹാപ്പി ബർത്ത്ഡേ ദേവിക. എല്ലാ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ ആശംസകളും. അപ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോവാം പെട്ടെന്ന്. നമ്മൾ പെട്ടെന്ന് അടുത്ത വാർത്തയിലേക്ക് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ UDF നേതൃയോഗം ഇന്ന് കോഴിക്കോട് ചേരുന്നുണ്ട്. രാവിലെ 10:30 കോഴിക്കോട് DCC ഓഫീസിലാണ് യോഗം ചേരുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഒരുക്കങ്ങൾ, സർക്കാരിനെതിരെയുള്ള പ്രചാരണ പ്രക്ഷോഭ പരിപാടികൾ തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയാകും. PV അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച തീരുമാനവും യോഗത്തിലുണ്ടായേക്കും. PV അൻവർ ഇതിനകം തന്നെ പ്രധാന ഘടകകക്ഷികളെ നേരിൽ കാണുകയും അവരുടെ പിന്തുണ ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് നടത്താതിരുന്നാൽ അതിനെ കോടതിയിൽ നേരിടാൻ UDF ആലോചിക്കുന്നുമുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരണ യോഗവും ചർച്ചയാകും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഉദ്ഘാടനവും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും നടക്കുന്നതിനിടെയാണ് ഇന്നത്തെ UDF നേതൃയോഗം എന്നതും ശ്രദ്ധേയം. അപ്പോൾ നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ദിനേശൻ പറയുന്നു, പ്രജിൻ ക്രിസ്റ്റി ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗുഡ് മോർണിംഗ് മെസ്സേജ് ഒരുപാട് പേര് അയക്കുന്നുണ്ട് കേട്ടോ. അതെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകര് പല കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ജയൻ നായർ പറഞ്ഞു, രാവിലെ പ്രജിൻ പാടിയ പാട്ട് കേൾക്കുമ്പോൾ എല്ലാ പ്രവാസികൾക്കും ചങ്കിലൊരു തീയാണ്. കാരണം അവർക്ക് തിരികെ വരാനുള്ള ഒരു ആഗ്രഹം. അതെ, ജിജോ ജോസ് പറയുന്നു, എയർ ഇന്ത്യ എക്സ്പ്രസ് ഫ്ലൈറ്റ്സ് ഹാവ് ബീൻ ഡിലേഡ് ഫോർ ദ പാസ്റ്റ് 6 hours. Passengers are still waiting. But there has been no updates from the airline authorities regarding the departure time എന്നാണ് പറയുന്നത്. ഏത് എയർപോർട്ട് ആണെന്ന് പറഞ്ഞിട്ടില്ല. എയർ ഇന്ത്യയുടെ വിമാനമാണ്. പിന്നെ നമുക്ക് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ് ഡൽഹി റോസ് അവന്യൂ കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. സ്പെഷ്യൽ ജഡ്ജി വിശാൽ ഗോഗ്നെയാണ് കേസ് പരിഗണിക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച കോടതി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് അയക്കാൻ വിസമ്മതിച്ചിരുന്നു. കൂടുതൽ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ കോടതി EDക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നാഷണൽ ഹെറാൾഡ് പത്രം പ്രസിദ്ധീകരിച്ചിരുന്ന ആ ഒരു ഏജൻസിയാണ് അത്. അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡ്, യങ് ഇന്ത്യ ലിമിറ്റഡ് ഏറ്റെടുത്തതിൽ സാമ്പത്തിക ക്രമക്കേട് നടന്നതായാണ് EDയുടെ കണ്ടെത്തൽ. യങ് ഇന്ത്യ ലിമിറ്റഡ് വഴി 50 ലക്ഷം രൂപയ്ക്ക് അസോസിയേറ്റഡ് ജേർണൽ ലിമിറ്റഡിന്റെ ഈ 2000 കോടി രൂപയിലധികം വിലമതിക്കുന്ന സ്വത്തുക്കൾ വഞ്ചനാപരമായി ഏറ്റെടുത്തു എന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വൈറ്റ്ല കുന്ദ്ര പാർക്കിൽ ഇന്നത്തെ മോർണിംഗ് വാക്ക് പൂർത്തിയാവുകയാണ്.